നമ്മുടെ ക്രിസ്ത്യൻ സഭകളിലെ കന്യാസ്ത്രീമാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്, കേരള സർക്കാർ ഒരു പുതിയ പദ്ധതി, അത് നേരത്തെ ഉണ്ടായിരുന്നതാണോ അല്ലെങ്കിൽ ഇപ്പോൾ അത് വിധിയായതാണോ ഒന്നും എനിക്കറിയില്ല. കൃത്യമായിട്ട് അതിൻ്റെ ന്യൂസ് എനിക്ക് കറക്റ്റ് അറിയില്ല. എങ്കിലും അതൊരു നേട്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പെൻഷൻ അനുവദിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതി കേരള ഗവൺമെൻറ് നടപ്പാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ കന്യാസ്ത്രീകൾ. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂരിഭാഗം ആളുകളും ഈ ഒരു കന്യാസ്ത്രീ മഠത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കന്യാസ്ത്രീ എന്ന ഒരു പട്ടം സ്വീകരിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിലെ പ്രാരാബ്ദം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ തലമുറയുടെ കാര്യമാണ്. പഴയ തലമുറയിൽ 5ഉം 6ഉം പെൺമക്കളുള്ള കുടുംബങ്ങളിൽ നിന്നൊക്കെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ, മാത്രമല്ല പെൺകുട്ടികൾക്ക് തൊഴിലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ന് സ്ത്രീകളെ, പെൺകുട്ടികളെ വിവാഹത്തിനായാലും പിന്നെ നമ്മൾക്ക് തീർച്ചയായിട്ടും ഇന്ന് പെണ്ണില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ട്, തൊഴിൽ മേഖലകൾ ഒരുപാട് തൊഴിൽ മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാൻ, ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാൻ വളരെ 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 വിഷമം പിടിച്ചൊരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ പഴയ കാലഘട്ടം അങ്ങനെയല്ല. പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുടുംബത്ത് പ്രാരാബ്ധവും പ്രശ്നങ്ങളും പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞ്, ദാരിദ്ര്യമൊക്കെ നിറഞ്ഞ് തിങ്ങി നിന്ന സമയത്ത് പെൺകുട്ടികളെ പറഞ്ഞയക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ക്രിസ്ത്യൻ സഭകളിൽ, ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ അവർ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന ഒരു ഉപാധി എന്ന് പറഞ്ഞാൽ, ഉപാധി മാത്രമല്ല, അത് അവരുടെ സാഹചര്യം കൂടിയായിരുന്നു. പെൺകുട്ടികളെ ഇതുപോലെ കന്യാസ്ത്രീ പട്ടം സ്വീകരിക്കാനായിട്ട് പറഞ്ഞ് മഠങ്ങളിലേക്ക് വിടുക എന്നുള്ളതാണ്. അപ്പോൾ അത് സഭ ആ കുട്ടിയെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ഇത്തരത്തിൽ കന്യാസ്ത്രീയാക്കി മാറ്റുകയും പിന്നെ അവരുടെ സേവനം മുഴുവൻ സഭയ്ക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ചതി എന്ന് പറഞ്ഞാൽ അവർക്ക് 10 പൈസ അവരുടെ ജീവിതാവസാനം വരെ അവർക്ക് കിട്ടാനുള്ള ഒരു വകുപ്പുമില്ല. എന്തുകൊണ്ടാണ് പണം അവർക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൂർണ്ണമായിട്ടും കുടുംബാംഗങ്ങളെ ഉപേക്ഷിച്ചിട്ടല്ല ഒരു സ്ത്രീയും കന്യാസ്ത്രീ എന്ന പദത്തിലേക്ക് പോകുന്നത്, അല്ലേ? അവർക്ക് അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ കാണാനായിട്ട് ഈ സഭ തന്നെ അവർക്ക് അവധി കൊടുക്കുന്നുണ്ട്. വർഷത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ. അപ്പോൾ ഈ കാണാൻ പോകുമ്പോൾ അവരുടെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ചിലപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ സഹോദരങ്ങളായിരിക്കാം, ചിലപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉള്ളവരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ പോകുന്ന സമയത്ത്, അവരെ കാണാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചുകൊണ്ട് ചെല്ലാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനോ, നമ്മൾ വേറെ ആരെയും പരിഗണിച്ചില്ലെങ്കിലും അവരെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ അപ്പനും അമ്മയും എന്നുള്ള ഒരു പിന്നെ എന്താ പറയുക, 2 പേരുണ്ടല്ലോ. അപ്പോൾ അവരെ കാണാൻ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രായമായ പിന്നെ അപ്പനും അമ്മയ്ക്കും എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം പോലും പലപ്പോഴും